പുരാൻ മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ വന്നു എന്ന് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പറയാം. അത്രയും മികച്ചതായിട്ട് വന്നിട്ടുണ്ട് സിനിമ. ചില സീനുകളൊക്കെ എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. സീനുകളൊക്കെ എങ്ങനെ കൊറിയോഗ്രാഫ് ചെയ്ത് വെച്ചേക്കുന്നു. ഹാറ്റ്സ് ഓഫ് നല്ലതൊന്നും പറയാനില്ല. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അത് ഞാൻ കൊണ്ട് വരാം. ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒന്നും ഇല്ല. ഇത് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ രസം കൊല്ലിയാവും. അതുകൊണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളെ പറ്റിയേ പറയുന്നുള്ളൂ. കഥയിലോട്ടോ കാര്യങ്ങളിലോട്ടോ ഒന്നും കടക്കുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രസം കൊല്ലിയാവും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കാണുക, ആസ്വദിക്കുക, അത് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ദീപക് ദേവിൻ്റെ കാര്യം, അതുപോലെ ഇതിൻ്റെ എഡിറ്ററുടെ കാര്യം, അഖിലേഷ് മോഹൻ ലൂസിഫറിൽ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. ഇതിനകത്ത് എഡിറ്ററാണ്. രണ്ട് പേരുടെയും വർക്ക്, അഖിലേഷ് മോഹൻ എഡിറ്റിങ്ങും ദീപക് ദേവിൻ്റെ സ്കോറിങ്ങും. ദീപക് ദേവിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ഉറുമി എന്ന് പറയുന്ന സിനിമ ഏറ്റവും മികച്ച വർക്കായിരുന്നു. ഇത് എമ്പുരാൻ അതിന് മുകളിൽ നിൽക്കും. ചില സമയത്തൊക്കെ ഇത് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ചില സമയത്ത് വരുന്നത്. ഇങ്ങനെ അത് എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്കത് നിങ്ങളുടെ സ്പോയിലറും രസംകൊല്ലിയാവുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി ഞാൻ നേരത്തെ ആക്ടേഴ്സിൻ്റെ അഭിനയത്തെ പറ്റി പറയാം, അതും പറയുന്നില്ല. അതും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്പോയിലറിനെ നശിപ്പിക്കുന്ന ഒന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സമയമൊന്നും കളയില്ല. ഓൾറെഡി ബുക്ക് ചെയ്തേക്കുന്നവരാണെന്നറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ കാണാൻ കയറിയേക്കുന്നവരാണെന്നറിയാം, അല്ലെങ്കിൽ കാണാൻ പോകുന്നവരാണെന്നറിയാം. ഗോ ആൻഡ് വാച്ച്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ റുപ്പിയും വളരെ വലുതായിരിക്കും എന്ന് മാത്രം ഞാൻ പറയുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻ പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് ആൻ്റണി പെരുമ്പാവൂർ ഫോർ ഗിവിംഗ് ദിസ് സിനിമ ആൻഡ് ദ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ദിസ് സിനിമ. ദിസ് ഈസ് സിനിമ. That's all.